വളർത്താനും നിന്നിലൂടെ വ്യഭിചാരം അധികരിക്കാനുമല്ല സഹോദര. ആ യൂട്യൂബിനെയും ആ മൊബൈലിനെയും നീ ദുരുപയോഗം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കണ്ടോ, ഖിയാമത്ത് നാളായി വരുമ്പോ ചന്തയിലും കമ്പോളത്തിലും ഒക്കെ ഫസാദുകൾ അധികരിക്കുന്നതാ. വ്യഭിചാരം കടത്തിണ്ണയിൽ നടക്കുന്നതാ. വ്യഭിചാരം പള്ളിയുടെ മുമ്പ് നടക്കുന്നതാ. വ്യഭിചാരം കല്യാണ വീട്ടിൽ നടക്കുന്നതാ. വ്യഭിചാരം മരണ വീട്ടിൽ നടക്കുന്നത്. ഖിയാമത്ത് നാളാകുമ്പോ വഴിയിലും കടയിലും കമ്പോളത്തിലും ചന്തയിലും മാർക്കറ്റിലുമൊക്കെ വ്യഭിചാരം ഇങ്ങനെ നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നല്ലോ, വഴിയിൽ നിന്നും മാറിക്കിടക്കൂ എന്ന് പറയാൻ പോലും ആളില്ലാത്ത കാലമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ. വഴിയിൽ നിന്നൊന്ന് മാറിക്കിടക്കുമോ? ഇത് വഴിയല്ലേ, ഇത് പൊതുവഴിയല്ലേ, ഇവിടെ നിന്ന് മാറിക്കിടക്കുമോ എന്ന് പറയാൻ പോലും ആളില്ലാത്ത ഒരു കാലം വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്താണ് വഴി സഹോദരങ്ങള്? ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ഒന്നാമത്തെ ഒരേ ഒരു ഏറ്റവും വലിയ പോംവഴി എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ വഴി പറഞ്ഞു തരട്ടെ. എല്ലാ വഴികളും പറയുന്ന ഖുർആൻ എന്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ നിന്നോട് വഴി പറയുകയാ. വഖുൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ذلك أزكى لهم إن الله خبير بما يصنعون. നിങ്ങൾ എന്ത് ചെയ്താലും അറിയുന്ന അല്ലാഹ്, നിങ്ങൾ എന്ത് ചിന്തിച്ചാലും കണ്ടെത്തുന്ന അല്ലാഹ്, നിങ്ങൾ എന്ത് കണ്ടാലും മനസ്സിലാക്കുന്ന അല്ലാഹ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും റെക്കോർഡ് ചെയ്യുന്ന അല്ലാഹ്, നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതിന് സെക്കൻഡുകൾ കൊണ്ടറിയുന്ന റഹ്മാനായ റബ്ബുൽ ആലമീനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്. അല്ലാഹു പറയുകയാ, വകുല്ലി മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. നബിയേ പറന്നുകൊടുക്ക്, നബിയേ പറന്നുകൊടുക്ക്, നബിയേ കണ്ണുകളെ താഴ്ത്താൻ പറയുക, ഹറാമ് കാണുന്നതിനെ കുറയ്ക്കാനെന്ന് വിശ്വാസികളോട് പറയുക. അതാണ് പോംവഴി. അതിനെ നിയന്ത്രിക്കുക, അതിനെ നിയന്ത്രിക്കുക. ഇന്ന സമവൽ ബസറവൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്കല്ലാഹു തന്ന കാത്, നിനക്കല്ലാഹു തന്ന കണ്ണ്, നിനക്കല്ലാഹു തന്ന ഹൃദയത്തിന്റെ ചിന്ത, ഇതിനെക്കുറിച്ചെല്ലാം അല്ലാഹു നാളെ ചോദിക്കുന്നതാണ്. ചോദിക്കും, നിങ്ങള് എത്ര കാമുകനെയാ കണ്ടത്, എത്ര കാമുകയാ കണ്ടത്, എത്ര ഹറാമാ കേട്ടത്, എത്ര വൃത്തികേടാ ചിന്തിച്ചത്, ഇതെല്ലാം നിന്നോട് അല്ലാഹു പടച്ചിടമ്പരാ നാളെ ചോദിക്കുന്നതാ. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ ഞങ്ങൾ അത്ര തഖ്വയോടെ മാഹിയിലൂടെ